പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ലൈവിൽ കൂടി ദ വേർഡ്, വചനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങളെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അരുളപ്പാടുകളെക്കുറിച്ചും നമ്മൾ ഈ ദിവസങ്ങളിൽ വേർതിരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യാസവും രൂപാന്തരവും വരേണ്ടതിന് നമ്മുടെ ഇടകലർന്ന് കിടക്കുന്നതായ ഇതിനെ നമ്മളൊന്ന് വേർതിരിച്ച് നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു പഠിത്തം നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാക്കും, വലിയ വ്യത്യാസം ഉണ്ടാക്കും. കഴിഞ്ഞ കാലങ്ങൾ ഉപരിയായി ഈ ഭൂമിയിൽ നമ്മൾക്ക് ശിഷ്ടായുസ് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവകൃപയിൽ ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ആരും ചതിക്കാതെ വഞ്ചിക്കാതെ നമ്മൾ ഉലയുന്നവരായി തീരുവാനിടയാകാതെ, ഇളകുന്നവരായി തീരുവാനിടയാകാതെ, ഉറപ്പും ധൈര്യമുള്ളവരായി ഇരിപ്പാൻ തക്കവണ്ണം ഈ നിലയിലുള്ളതായ പഠനം നമ്മളെ വളരെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയ ദൈവജനമേ, എന്തുകൊണ്ടാണ് നമുക്ക് ഭയം? എന്തുകൊണ്ടാണ് ഇളക്കം? എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ ഇളകിപ്പോകുന്നത്, അല്ലെ വശീകരിക്കപ്പെട്ടു പോകുന്നത്? നമുക്ക് വചനത്തിൽ നിശ്ചയം ഇല്ലാത്തത് കൊണ്ടാണ്. വചനനിശ്ചയം എന്ന് പറയുമ്പോൾ ഏതു വചനത്തെക്കുറിച്ചാണെന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കണം. വേദപുസ്തകത്തിലുള്ളതെല്ലാം വചനമാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇളകാത്ത വചനമുണ്ട്. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യം ഇളകാത്ത രാജ്യമാണ്, അടിസ്ഥാനമുള്ള രാജ്യമാണ്. അതേൽ എത്ര കാറ്റും മഴയും എത്ര ഇടിമിന്നലും ഭൂകമ്പം വന്നാലും ആ രാജ്യത്തിന് യാതൊരു പ്രയാസങ്ങളും ഉണ്ടാകത്തില്ല, ഒന്നും അതിന് സംഭവിക്കത്തില്ല. അത് നിലനിൽക്കും. കാരണം അത് അടിസ്ഥാനത്തിന്മേലാണ്. അപ്പോൾ ഈ രാജ്യം, ദൈവത്തിന്റെ രാജ്യം, സ്വർഗരാജ്യം നിലനിൽക്കുന്നത് വചനത്തിലാണ്. സ്തോത്രം. അതേത് വചനത്തിലാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മൾ ആ വചനത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളകാത്ത രാജ്യം, ഇളകാത്ത വചനം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനം ഒരിക്കലും മാറിപ്പോകുകയില്ല. പ്രിയമുള്ളവരെ, അരുളപ്പാടുകൾക്ക് വ്യത്യാസം വരും, ആലോചനകൾക്ക് വ്യത്യാസം വരും, വചനത്തിന് വ്യത്യാസം വരും, വചനങ്ങൾക്ക് വ്യത്യാസം വരും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ വ്യത്യാസമാണല്ലോ മോശ മുതൽ യേശുക്രിസ്തു വരെയുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കർത്താവായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ കാലത്ത് ദൈവം കൊടുത്തതായ വാക്കുകളും അരുളപ്പാടുകൾക്കെല്ലാം വ്യത്യാസം വന്നു. യാഗങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നോയമ്പുകൾക്കും പെരുന്നാളിനും എല്ലാത്തിനും വ്യത്യാസം വരുത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് സത്യസുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ വ്യത്യാസം വരും, വാക്കുകൾക്ക് വ്യത്യാസം വരും. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നത്, അക്ഷരമോ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോൾ കൊല്ലുന്ന അക്ഷരത്തിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നു. അത് ന്യായപ്രമാണകാലം, പഴയ നിയമം. ആ കൊല്ലുന്ന നിയമത്തിനും കൊല്ലുന്ന വാക്കുകൾക്കും അധീനപ്പെട്ട് നിന്നവർ ആരും രക്ഷ കണ്ടെത്തിയില്ല, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. അന്ന് നിന്നവർ ക്രിസ്തുവിനെ അതിൽ കൂടി അവർ ആ അക്ഷരത്തിൽ കൂടി, ആ പ്രമാണത്തിൽ കൂടി അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ഓർപ്പിക്കുന്നു, അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സേറിയ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. അവർക്ക് തിരിച്ചറിവില്ലാതെ പോയി. അപ്പോൾ അവിടെ വാക്കുകൾക്കെല്ലാം വ്യത്യാസം വരുവാണ്. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ വാക്കുകൾക്കും വ്യത്യാസം വരും. മനുഷ്യ വാക്കുകൾക്ക്, രാഷ്ട്രീയ വാക്കുകൾക്ക്, സാമുദായിക വാക്കുകൾക്ക്, സംഘപരമായി, കുടുംബപരമായി എല്ലാ വാക്കുകൾക്കും വ്യത്യാസം വരും. ഇന്ന് പറയുന്നതല്ലല്ലോ മനുഷ്യൻ നാളെ പറയുന്നത്. നാളെ പറയുന്നതല്ലല്ലോ ഒരാഴ്ച കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാനുഷികമായ ലൗകികമായ വാക്കുകളിൽ വിശ്വസിച്ചാൽ നമ്മൾക്കൊരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ വേർതിരിച്ച് ഈ വചനത്തെ പഠിക്കണമെന്ന് പറയുന്നത്. വേർതിരിച്ച് പഠിക്കാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയമായി രക്ഷപ്പെടുകയില്ല. നമ്മൾ ചുഴലിക്കാറ്റി കടന്ന് കറങ്ങുന്നത് പോലെ, അല്ലെ ചുഴലിയിൽ വെള്ളത്തിൽ ചുഴലിയിൽ കറങ്ങുന്നത് പോലെ കറങ്ങി നടക്കുന്നതല്ലാതെ നമ്മൾക്ക് യാതൊരു നേർവഴിയിൽ കൂടി പോയി ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുവാൻ നമുക്ക് കഴിയുന്നതല്ല.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അതിന്റെ സമാപ്തിയിലേക്ക് അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സമാപ്തിയിൽ ചെന്നെത്തണമെങ്കിൽ സ്തോത്രം, മാനുഷിക ശബ്ദങ്ങളും മാനുഷിക വാക്കുകളും കഴിഞ്ഞ കാല ന്യായപ്രമാണ വാക്കുകളും അക്ഷരത്തിന്റെ ശുശ്രൂഷകളും അല്ല. സ്തോത്രം, വചനമാണ് നമ്മൾക്ക് ഹല്ലേലൂയ നമ്മളെ ആ നിലയിൽ കൊണ്ടെത്തിക്കുന്നത്. വചനം. അപ്പോൾ ആ വചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ വചനം ഏത് വചനം? കർത്താവായ യേശുക്രിസ്തു ജഡത്തിലായ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതിന്റെ കാരണം ഈ വചനത്തെ ഉറപ്പിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇളക്കമല്ല. സ്തോത്രം, കടലിലെ തിര പോലെ ആടുന്നവരായി തീരുവാനല്ല. കാറ്റടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഇലകൾ പോലായി തീരുവാനല്ല. ഉപദേശത്തിന്റെ പല കാറ്റുകളേട്ട് നമ്മൾ ആരും ചതിക്കപ്പെടുന്നവരായി തീരുവാൻ, വഞ്ചിക്കപ്പെടുന്നവരായി തീരുവാൻ ഇടയാകാതിരിക്കേണ്ടതിനാണ് സ്തോത്രം ഇങ്ങനെ നമ്മൾ വേർതിരിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയ ദൈവജനമേ, നിങ്ങൾ വാസ്തവമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വാസ്തവമായി ആത്മീയ മുന്നേറ്റവും വളർച്ചയും വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വചനം സ്തോത്രം നിങ്ങൾ അനുസരിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യണം. ഇവിടെ ഞാൻ ഈ 12 വചനം ഇവിടെ ലൈവിൽ കൂടി സ്തോത്രം പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ ആരും അതുപോലെ വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞ വാക്കുകള് അതുപോലെ വിശ്വസിക്കരുത്. എന്നാൽ ഇതിൽ കൂടി കേൾക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ ഗ്രഹിച്ചിട്ടോ, ഇതല്ലെങ്കിൽ ഇതിന്റെ പോയിന്റ്സ് നോട്ടായി എഴുതി വെച്ച് ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്, അതായത് ഈ 12 വചനം, ആ വചനങ്ങൾ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഇത് സത്യമാണോ, വേദപുസ്തകത്തിൽ എന്തു പറയുന്നു എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കണം. അങ്ങനെ ഈ 12 വചനത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉറപ്പും ധൈര്യവും വിശ്വാസവും അതിൽ വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ പറയും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു, അതുകൊണ്ട് വിശ്വാസമാണ്, പ്രവൃത്തിയല്ല, വെറും വിശ്വാസമാണ്, വിശ്വസിച്ചാൽ മതി എന്ന് നമ്മൾ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് തരം തിരിച്ചിന്നുവരെയും നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. തരം തിരിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുകയും പിന്നത്തേതിൽ നമ്മൾ അവിശ്വാസികളായി, ദുഷ്ടഹൃദയമുള്ളവരായി, നമ്മൾ പിന്മാറ്റക്കാരായി തീരുവാനിടയായി തീരുന്നുണ്ട്. അങ്ങനെയാണ് അനേകർ പിന്മാറ്റക്കാരായി തീരുന്നത്. അപ്പോൾ എന്താണ് വിശ്വാസം? എന്തിനെയാണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിലാണ് വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൽ എന്തിനു വിശ്വസിക്കണം? വാസ്തവത്തിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ 12 വചനത്തിൽ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കണം, പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണം. അത് ഈ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വചനമാണ്. ഈ പറഞ്ഞ 12 വചനത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം. നമ്മളുടെ വിശ്വാസം അബ്രഹാമിലോ ഇസഹാക്കിലോ യാക്കോവിലോ ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരിലോ മോശയിലോ ദാനിയേലിലോ എസ്കേലിലോ ഇരമ്യാവിലോ പഴയ നിയമ പ്രവാചകന്മാരോ വിശുദ്ധന്മാരിലോ സ്തോത്രം പുതിയ നിയമ വിശുദ്ധന്മാര് അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, യാക്കോബ്, ഇവരിലൊന്നും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിൽ നിന്ന് കേട്ടത് നമുക്ക് അരുളപ്പാടായി തന്നിരിക്കുന്നു. അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നമുക്കത് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നു, അത് എഴുതി വെച്ചിരിക്കുന്നു. അവരിലല്ല നമ്മളെ വിശ്വാസം. പിന്നെ ഏതിലാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്? ഒരുവൻ പറഞ്ഞു, നിങ്ങൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോകും. അതിലാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ കടങ്ങളെല്ലാം വീടും. അതിലാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും. അതിലാണോ വിശ്വസിക്കേണ്ടത്? ആ വാക്കുകളിലാണോ വിശ്വസിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ആ വാക്കുകളിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അത് ലഭിക്കുന്നില്ല എങ്കിൽ, ആ പ്രവചനം നിവൃത്തിയാകുന്നില്ല എങ്കിൽ നമുക്ക് നിരാശയല്ലേ വരുന്നത്? നമുക്ക് പിന്മാറ്റമല്ലേ വരുന്നത്? അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും, ഇതൊത്തിരി കേട്ടിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അപ്പൊ ഇതൊക്കെ വെറുതെയാണ്, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതായ ഒരു തീരുമാനത്തിലേക്ക്, നിലയിലേക്ക് വന്ന് നാം എല്ലാവരും അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ടാണ് എന്തിനെ വിശ്വസിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തു
ആമീൻ നമ്മളോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു. അവൻ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ആമീൻ സ്തോത്രം, അവൻ തന്റെ ഈ ഐഹികകാല ആമീൻ ശുശ്രൂഷയിൽ അവൻ സ്തോത്രം പറയുന്നു, ഭവനം പണിയുവാൻ തീരുമാനിക്കുന്നവൻ, ശ്രദ്ധിക്കണം, ഭവനം പണിയുവാൻ തീരുമാനിക്കുന്നവൻ കുത്തിയിരുന്ന് കണക്ക് നോക്കി ഇത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നിശ്ചയം വന്നിട്ട് അവൻ പണി തുടങ്ങട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? ഭവനം പണിയാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുത്തിയിരുന്ന് കണക്ക് നോക്കണം. ഇത് പറഞ്ഞാൽ അവന്റെ കയ്യിൽ എന്തോ പണമുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത് തീർപ്പാനുള്ള, ഈ ഭവനം പണിത് തീർക്കാനുള്ള വക അവനുണ്ടോ, ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. എന്താ കുത്തിയിരുന്ന് കണക്ക് നോക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ മനുഷ്യനാണ്, ലോകത്തിൽ ജീവിക്കുമ്പോൾ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മറ്റു പല ചിലവുകളുണ്ട്. അപ്പൊ അവന്റെ വരുമാനം എത്ര ആണെന്നുള്ളത് അവന് മാത്രമേ അറിയത്തുള്ളൂ. ഈ വരുമാനത്തിൽ അവന്റെ കുടുംബത്തിന്റെ ചെലവ്, കുഞ്ഞുങ്ങളുടെ ചെലവ്, ഭാര്യയുടെ ചെലവ്, മറ്റേ മെഡിക്കല്, യാത്ര, വസ്ത്രങ്ങള്, ആഹാരം, ഇതെല്ലാം അവൻ അനുദിനം മാറ്റിവെക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഒഴിവ് വരുവാൻ പാടുള്ളതല്ല. ആഹാരമില്ലാതിരിക്കാൻ ഒക്കുകയില്ല, വസ്ത്രമില്ലാതിരിക്കാൻ ഒക്കുകയില്ല. അതുപോലെ തന്നെ കുറച്ചു പണം മാറ്റിയിടണം. എപ്പോഴാണ് ഒരു ആവശ്യം, ഒരു മെഡിക്കൽ ആവശ്യം വരുന്നത്, ഒരു ആശുപത്രി കേസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് ഒരു അസ്വസ്ഥതയോ അസുഖമോ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് പണം വേണം. ഇതൂടെ എല്ലാം മാറ്റിവെച്ച് നോക്കിയിട്ട് ബാക്കി പണം അവന്റെ കയ്യിൽ എത്ര ഉണ്ട്, അതിന് ഈ വീട് തീരുമോ എന്ന് അവൻ കണക്ക് കൂട്ടി, തീരുമെന്ന് ഉറപ്പുണ്ട്, അതിനുള്ള വക അവന്റെ ഉണ്ടെങ്കിൽ മാത്രം അവൻ പണിയട്ടെ എന്നാണ് യേശു പഠിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലാതെ വകയില്ലാത്ത ഒരുവൻ അല്പം പണം കയ്യിലുണ്ട്, വിശ്വാസത്താൽ ഞാൻ ഈ പണി അങ്ങ് തുടങ്ങുക, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി എന്നിരിക്കട്ടെ. അവന്റെ വിശ്വാസം, അവനങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഈ പണി തീരും. കുറച്ച് പണമേ ഉള്ളൂ, ഇതിന്റെ ഫൗണ്ടേഷൻ, വസ്ത്രത്തിൽ അതിന്റെ ഫൗണ്ടേഷനുള്ള പണമേ ഉള്ളൂ എന്നിരിക്കട്ടെ. അവൻ വിശ്വാസത്താൽ ഈ കയ്യിലുള്ള പണത്തിന് ഫൗണ്ടേഷൻ തീർത്തു. പിന്നെ ബാക്കി മെറ്റീരിയൽ ഇറക്കാനും ബാക്കി പണിക്കും അവന് പൈസ ഇല്ല, ലക്ഷക്കണക്കിന് കാശ് വേണം. എന്തു ചെയ്യും? ആര് സഹായിക്കും? ആര് കൊടുക്കും? അവിടെയാണ് ഈ പരാജയം വരുന്നത്. അപ്പോൾ ആദ്യം മൂലക്കല്ലിട്ടപ്പോൾ ഉണ്ടായ വിശ്വാസം ഇവിടെ തകരുകയാണ്. അങ്ങനെ നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടരുതെന്നാണ് യേശു പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മൾക്ക് വിശ്വാസം അല്ല, ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യത്തിലല്ല വിശ്വാസം. വിശ്വാസം അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഏതിലാണ് വിശ്വസിക്കേണ്ടത്? ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. നമ്മൾ പഠിച്ചു വരുന്നതായ ഈ 12 വചനത്തെ നമ്മൾ വിശ്വസിക്കണം. അത് ക്രിസ്തു ആകുന്നു. അപ്പോൾ ക്രിസ്തുവിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാകണം. ക്രിസ്തുവിൽ വിശ്വാസം വരുന്നവർക്ക് സാഹസങ്ങളിലേക്ക് പോകുവാൻ കഴിയുന്നതല്ല. ഈ സാഹസങ്ങൾ ചെയ്യുവാൻ അത് സക്സസ് ആകും, ആ സാഹസം എനിക്ക് സക്സസ് ആകും എന്നുള്ളതല്ല യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസം ഒരുപക്ഷെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കും, കുടുക്കിച്ചാടിക്കും. അങ്ങനെ അനേകർക്ക് സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കുന്നുമുണ്ട്. ഈ സാഹസം എന്താണ്? സാഹസം കർത്താവായ യേശുക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുവാൻ വന്നപ്പോൾ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ എടുത്തു ചാട്, ദൂതന്മാർ നിന്നെ കാക്കുമെന്ന് പറഞ്ഞു. നിന്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ദൂതന്മാർ നിന്നെ കാക്കും എന്ന് പറഞ്ഞു. യേശു അവന്റെ വാക്ക് കേട്ട് ആ സാഹസത്തിന് ഒരുങ്ങിയില്ല, അവനെ ആട്ടി ഓടിച്ചു. കാരണം യേശു അവിടെ ആ സാഹസം ചെയ്യുവാൻ
ഒരുങ്ങിയില്ല. യേശുവിന് എന്താ വിശ്വാസമില്ലായിരുന്നോ? യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും ആകുന്നു എന്നാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. യേശു ഏതിലാണ് വിശ്വസിച്ചത്? യേശു പിതാവായ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചു. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് താൻ ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത്. സാഹസപരമായ യാതൊരു കാര്യവും യേശു ചെയ്തില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യരെ വിശ്വാസം പറഞ്ഞ് സാഹസത്തിലേക്ക് ചാടിച്ചിട്ട് പിന്നത്തേതിൽ അവരെ കുഴയ്ക്കുന്നതായ ഒരു വലിയ ഉപദേശവും സുവിശേഷവും നമ്മുടെ ആത്മീയ ഗോളത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ബലഹീനരായ പാവപ്പെട്ട ഇടത്തും കൈയും വലം കൈയും തിരിച്ചറിയാൻ കഴിയാത്ത ജനത്തെ ഈ വിധത്തിൽ സാഹസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സുവിശേഷം നമ്മളത് മീഡിയ വഴി ശ്രദ്ധിച്ചാൽ നമ്മൾക്കത് മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. സാഹസത്തിൽ കൂടി മനുഷ്യനെ ആ സാഹസത്തിന്റേതായ പ്രോത്സാഹന വാക്കുകൾ പറയുമ്പോൾ ഏത് മനുഷ്യനും ഇളകിപ്പോകും, ഏത് മനുഷ്യനും എടുത്ത് ചാടും. ധൈര്യമായിട്ട് ചാടിക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, ധൈര്യമായിട്ട് ചെയ്തോ എന്നൊക്കെ പുറകിൽ നിന്ന് വാക്കുകൾ പറയുവാൻ, സാഹസ വാക്കുകൾ പറയുവാൻ അനേകരുണ്ട്. അത് കേട്ട് ചാടുന്ന അനേകരുണ്ട്. എന്തുകൊണ്ടാണ് അവർ ചാടുന്നത്? എന്തുകൊണ്ടാണ് ആ സാഹസത്തിന് അവർ മുതിരുന്നത്? അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതാണ് തെറ്റായ സുവിശേഷം. തെറ്റായ സുവിശേഷം മനുഷ്യരെ സാമ്പത്തികമായ നേട്ടങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് അതിൽ വിശ്വാസം വരുത്തിക്കൊണ്ട് മനുഷ്യരെ സാഹസത്തിലേക്ക് ചാടിക്കുന്നതായ, നിയന്ത്രിക്കുന്നതായ, നിയോഗിക്കുന്നതായ സുവിശേഷവും ഇന്ന് സ്തോത്രം ആത്മീയഗോളത്തിൽ കാണുവാൻ കഴിയുന്നതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ വേർതിരിച്ച് വ്യക്തമായി തിരിച്ചറിയണം എന്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ പണമില്ലാതെ ഒരു കാര്യത്തിൽ വിശ്വാസത്തോടെ എടുത്ത് ചാടുന്നതല്ല വിശ്വാസം. നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം, നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്തയുടെ പരിധിയിലും നിൽക്കാത്ത ഒരു കാര്യം വിശ്വാസമാണെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ അതിലെടുത്ത് ചാടുന്നതല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഈ 12 വചനത്തിലുള്ള വിശ്വാസമാണ്. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നും സാഹസത്തിനോ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായ സ്തോത്രം വിശ്വാസമല്ല. പിന്നേതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഈ 12 വചനത്തിലുള്ള വിശ്വാസം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത, കരുണ, സ്നേഹം, ദീർഘക്ഷമ, സൗമ്യത, ഐക്യത, ബഹുമാനം, അനുസരണം, ഈ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം? ഈ വചനം ക്രിസ്തു ആകുന്നു, യഹോവയായ ദൈവത്തിന്റെ നാമമാകുന്നു. ഈ വചനത്തിന് നമ്മൾ ഈ വചനത്തെ വിശ്വസിക്കാൻ കാരണം, ഈ വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ വചനം എന്നെ കൃത്യമായ വഴിയിൽ കൂടി നടത്തി ഈ ലോകത്തിന്റെ ദുഷ്ടന്റെ കയ്യിൽ പെടാതെ, ഈ ലോകത്തിന്റെ യാതൊരു ആത്മാവും എന്നിൽ വ്യാപരിച്ച് എനിക്ക് നിയോഗം തരാതെ, അല്ലെങ്കിൽ എന്നെ റൂള് ചെയ്യാതെ, എന്നെ കുഴയ്ക്കാതെ, എന്നെ ഇരുട്ടിലും മുള്ളുകളിലും എന്നെ തളർത്തിക്കളഞ്ഞ് ക്ഷീണിപ്പിക്കാതെ ഈ വചനം എന്നെ നിത്യത വരെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് ആദ്യത്തെ വിശ്വാസം. ആമേൻ. അബ്രഹാമിന്റെ വിശ്വാസം അതായിരുന്നു. അബ്രഹാം നീതിമാനായിരുന്നു. നീതിയെ അവൻ വിശ്വസിച്ചു. അവന്റെ അവസാനം വരെയും ഈ നീതി കൈവിടുകയില്ല. നീതി എന്നെ രക്ഷിക്കും, നീതി എന്നെ താങ്ങും, നീതി എന്നെ സഹായിക്കും, നീതി എന്റെ മുൻപിൽ പോകും, എന്റെ മുൻപിലുള്ള എല്ലാ ശത്രുക്കളെയും നീതി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി എനിക്ക് അനുകൂലമായ വഴി ഒരുക്കും എന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. ആമേൻ. അങ്ങനെ പഴയ നിയമ വിശുദ്ധന്മാരും പൗലോസും പത്രോസും എല്ലാം അതുതന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ആ വചനത്തിൽ അവർ വിശ്വസിച്ചിരുന്നു.
ഈ 12 വചനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ ആ വചനത്തിലാണ് വിശ്വസിക്കേണ്ടത്. ആ വചനമൊന്നും സാഹസത്തിലേക്ക് നമ്മളെ നിയന്ത്രിക്കുന്ന വചനമല്ല. ആമേൻ. ഫലമില്ലാത്തതിലേക്ക് നിയന്ത്രിക്കുന്ന വചനവുമല്ല. അപ്പൊ അതുകൊണ്ട് വിശ്വാസം എന്നത് ആമേൻ സ്തോത്രം നമ്മൾ വാസ്തവത്തിൽ അപ്പോൾ പറയും വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ കാര്യവും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്? ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നത്. എന്താണ് ആശ? ഈ ലോകത്തിന്റെ ഒരാശയെക്കുറിച്ചുമല്ല പൗലോസ് പറയുന്നത്. ആമേൻ. നിത്യതയെക്കുറിച്ചാണ് പറയുന്നത്. ആ നിത്യതയെക്കുറിച്ചുള്ള ആശയാണ്. അപ്പോൾ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആമീൻ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യത, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് നിത്യത വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ആ നിത്യതയിലേക്ക് പോകുന്ന അതാണ് നമ്മുടെ ആശ. വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ നിത്യതയുടെ രാജ്യത്തെയാണ് നമ്മൾ കാണുന്നത്. അതാണ് വിശ്വാസത്താൽ ആമീൻ പ്രാപിക്കുന്നത്. അല്ലാതെ വിശ്വാസത്താൽ ഈ ലോകത്തിന്റെ നന്മകളും നേട്ടങ്ങളും നേടുന്നതല്ല ആമേൻ സ്തോത്രം വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മളത് മനസ്സിലാക്കണം. അത് പ്രിയ ദൈവജനമേ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് നമ്മൾ പല കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നുണ്ട്, പല ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ആമീൻ വിരമിക്കുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ആമീൻ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് വിശ്വാസം. സത്യത്തിൽ നമ്മൾ വിശ്വസിക്കണം, നീതിയിൽ വിശ്വസിക്കണം. ആമേൻ സ്തോത്രം. ഈ വചനം ഒരിക്കലും എന്നെ ഈ ലോകത്തിൽ തളർത്തിക്കളയുകയില്ല. ഈ ലോകത്തിലെ ഒരു ശത്രുവും ഒരു ദുഷ്ടശക്തിയും എന്റെയും എന്റെ കുടുംബത്തും എന്റെ തലമുറകളിലും വന്നു ഭവിക്കുകയില്ല എന്നുള്ളതാണ് വിശ്വാസം. ആമേൻ. അപ്പോൾ ഈ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഏത് വചനം? ഈ 12 വചനത്തിൽ ഓരോ വചനത്തിലും നമ്മൾ വിശ്വസിക്കണം. അതാത് വചനത്തിന് അതാതിന്റെ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ 12 വചനം അതാത് സമയങ്ങളിൽ അതാത് പ്രവൃത്തികൾ, അതിന്റെ പ്രവൃത്തികൾ ചെയ്ത് നമ്മളെ രക്ഷിക്കുകയും സുരക്ഷിതരാക്കുകയും നമ്മളെ നിത്യതയിലേക്ക് നടത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഈ വചനം ആമേൻ നമ്മളിൽ ക്രിയ ചെയ്യണം. ഈ വചനത്തിൽ വിശ്വാസം വരണം. ആമേൻ സ്തോത്രം. എവിടെയാണ് ഈ വചനം പ്രവർത്തിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് അല്പം ചിന്തിക്കണം. എവിടെയാണ് ഈ വചനം പ്രവർത്തിക്കുന്നത്? ഈ 12 വചനം, സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത ഇത്യാദി 12 വചനം, ഇതെവിടെയാണ് ദ വേർഡ്? ഈ വചനത്തെയാണ് ഇംഗ്ലീഷ് ബൈബിൾ ദ വേർഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് മലയാളത്തിൽ ഇംഗ്ലീഷ് ഉള്ളതിന്റെ വ്യത്യാസം നമ്മൾ കേൾക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ ദ വേർഡിനാണ് ഏറ്റവും പ്രാധാന്യം. ദ വേർഡ് എന്ന് പറയുന്നത് ഈ 12 വചനമാണ്. ആമേൻ. ആത്മാവിൽ ഈ ദ വേർഡ് എന്ന ബൈബിളിൽ എവിടെല്ലാം കാണുമോ ആമേൻ അത് ഈ വചനത്തെ ആസ്പദമാക്കിയാണ് വിശുദ്ധന്മാരെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം എവിടെയാണ് ഈ വചനം ക്രിയ ചെയ്യുന്നത്? ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അതായിരിക്കും. ആമേൻ. അപ്പോൾ വചനം എവിടെയെങ്കിലും ക്രിയ ചെയ്യണം. മനുഷ്യനിൽ വചനം ക്രിയ ചെയ്യുന്നു. ഇപ്പം ഇന്ന് തന്നെ നമുക്ക് സത്യത്തെ എടുക്കാം. അത് വചനമാണ്, ദ വേർഡാണ്. ആ സത്യം എന്ന വചനം എവിടെയാണ് നമ്മളിൽ മനുഷ്യരിൽ ക്രിയ ചെയ്യുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അത് ജീവനുള്ള ദേഹിയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇറ്റ് ബിക്കം എ ലിവിംഗ് സോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ സോൾ അല്ലെങ്കിൽ ദേഹി, ആ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ജീവന്റെ അർത്ഥം ആമീൻ എറ്റേണൽ ലൈഫ്, ആ നിത്യജീവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ശരീരത്തിന്റെ ജീവനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മുൻപോട്ടും നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ജീവൻ, ആ പ്രാണന് ജീവൻ കൊടുത്ത് ആ ദേഹി ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ള ദേഹിയായി തീർന്നു. നിത്യജീവന്റെ വിത്തുകൾ അവിടെ വിതയ്ക്കപ്പെട്ടപ്പോൾ അത് നിത്യജീവന് ഉടമയായി തീർന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ച വിഷയമാണ് ആമേൻ സ്തോത്രം. അകത്തെ മനുഷ്യൻ ആരാണ്? അകത്തെ മനുഷ്യൻ എന്താണ്? എവിടെയാണ് ഈ വിത്ത് വിതച്ചിരിക്കുന്നത്? അത് നമ്മുടെ പ്രാണനിലാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു.
അപ്പോൾ നമ്മുടെ പ്രാണനിൽ, അതായത് ദേഹി, ഈ ദേഹിക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ ദേഹിക്ക് ഏതാണ്ട് 5 പര്യായ പദങ്ങളുണ്ട്. 5 പര്യായ പദങ്ങൾ. ദേഹി, ഹൃദയം, മനം, മനസ്സ്, അന്തരംഗം, ഇങ്ങനെ 5 പര്യായ പദങ്ങളുണ്ട്. അപ്പോൾ ഈ പദങ്ങൾ എവിടെയെല്ലാം വേദപുസ്തകത്തിൽ കാണുന്നുവോ അതെല്ലാം ഈ ദേഹി അല്ലെങ്കിൽ പ്രാണനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ മനം തകർന്നു, അതിന്റെ അർത്ഥം എന്റെ പ്രാണൻ തകർന്നു എന്നാണ്. എന്റെ ഹൃദയത്തിൽ വേദന, എന്റെ പ്രാണനിൽ വേദനയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹൃദയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത്, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന പമ്പിംഗ് സിസ്റ്റം, ഹൃദയം നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിന്റെ പമ്പിംഗ് സിസ്റ്റമാണ് ഹൃദയം. അതാണ് ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിന്റെ ഓപ്പറേഷൻ, ഹൃദയത്തിന്റെ വാൽവ് പോയി, ഇതൊക്കെ നമ്മൾ മെഡിക്കലിൽ പറയുന്നത്. മെഡിക്കലിൽ ആ ഒരു മെഷീൻ, ആ ഒരു പമ്പിംഗ് സിസ്റ്റം ഹൃദയം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആത്മീയത്തിൽ വിശുദ്ധ വേദപുസ്തകം അതിനെയല്ല ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ സോളിനെയാണ് ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ സോള് അല്ലെങ്കിൽ പ്രാണൻ, ആ പ്രാണനെയാണ് ഹൃദയം എന്ന് പറയുന്നത്. അത് രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതും ദൈവസൃഷ്ടിയും കാണാൻ കഴിയാത്തതുമായ ഒരു ദൈവിക ഘടകമാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഈ പ്രാണൻ, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പ്രാണൻ അല്ലെങ്കിൽ ദേഹി, ആ ദേഹിയാണ് അവൻ ആത്മീയത്തിൽ ഹൃദയം, മനം, മനസ്സ് എന്നൊക്കെ പറയുന്നത്. അതിന് 5 ഭാഗങ്ങളുണ്ടെന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഹൃദയത്തിന് 5 ഭാഗങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സോളിൽ 5 ഭാഗങ്ങളുണ്ട്. ആ 5 ഭാഗങ്ങൾ എന്ന് പറയുന്നത് മനം, പ്രൈസ് ദി ലോർഡ്, മനം, മനസ്സ്, ജീവൻ, വെളിച്ചം, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ഈ 5 ഭാഗങ്ങൾ കൂടിയിരിക്കുന്ന സോൾ അല്ലെങ്കിൽ പ്രാണൻ, ഈ പ്രാണനെയാണ് കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നത്, വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ വീണ്ടെടുപ്പ് എവിടെയാണ് നടക്കേണ്ടതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് നമ്മുടെ വീണ്ടെടുപ്പ് നടക്കേണ്ടത്? നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി. എന്റെ പാപങ്ങൾ, അതിക്രമങ്ങൾ മുഴുവനും ആമീൻ മായ്ച്ചു കളഞ്ഞു, എന്റെ പാപങ്ങൾ ക്ഷമിച്ചു, ആമീൻ എന്നെ ശുദ്ധീകരിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ പ്രാണനിലാണ്. നമ്മുടെ പ്രാണനിലെ പാപക്കറകളും അതിക്രമത്തിന്റേതായ വേരുകളും കയ്പുകളും യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി, അവന്റെ വചനത്തിൽ കൂടി അതിനെ എല്ലാം തുടച്ചു മാറ്റി, അതിനെ വിശുദ്ധീകരിച്ച് നിർമ്മലമാക്കി, അതിന്റെ സൃഷ്ടിച്ചതുപോലുള്ള അനുഭവത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അതിനുവേണ്ടിയാണ് ഇതിനെ വീണ്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നശിച്ചുപോയ ഇത് ഛിന്ന ഭിന്നമായി അരിഞ്ഞ പുല്ലുപോലെ വിണ്ടുകീറിയ നിലം പോലായിരുന്നതായ നമ്മുടെ പ്രാണൻ, അത് അറിവില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്തതായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പാപക്കറകളും എല്ലാം കൊണ്ടും ഈ പ്രാണൻ ഉടഞ്ഞ് തകർന്നുപോയി. അതിനെ രക്ഷിക്കുവാനോ അതിനെ റീക്രിയേഷൻ ചെയ്യുവാനോ ഈ ലോകത്തിൽ ആർക്കും, ഒരു മനുഷ്യർക്കും, ഒരു ശക്തിക്കും സാധ്യമല്ല. മറ്റുപദേശങ്ങൾക്കും മറ്റ് സുവിശേഷത്തിനും സാധ്യമല്ല. സാമ്പത്തിക വളർച്ച പ്രസംഗിച്ച് ഒരിക്കലും ഒരുവന്റെ പ്രാണനെ വീണ്ടെടുക്കുന്നത് നിലയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. ആമീൻ, സ്തോത്രം. ഈ ലോകത്തിന്റെ ഒന്നും കേട്ട അതിൽ കൂടി അത് പ്രാപിച്ച് അതിൽ കൂടി പ്രാണനെ വീണ്ടെടുക്കുവാനോ പ്രാണനെ രക്ഷിക്കുവാനോ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ആത്മീയ കോളത്തിൽ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. എന്താണ് ചിലരുടെയൊക്കെ വിചാരം, നമ്മുടെയൊക്കെ ഈ പാവപ്പെട്ടവരുടെയൊക്കെ വിചാരം എന്തെന്നറിയാമോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് ഉയർച്ച വരും, നന്മ വരും, ഈ ലോകത്തിലേതൊക്കെ നമുക്ക് കിട്ടും, ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളും എല്ലാം മാറിപ്പോകും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ന്യായപ്രമാണ കാലത്ത് അങ്ങനെ ഒരു ഉപദേശങ്ങളും വെട്ടിപ്പിടിക്കുകയും ശത്രുക്കളെ നശിപ്പിച്ച് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെ അത് അക്ഷരത്തിന്റെ ശുശ്രൂഷകളിൽ ന്യായപ്രമാണ കാലത്ത് നടന്നുവെങ്കിൽ യേശുക്രിസ്തു യേശുക്രിസ്തു ലോകത്തിൽ വന്ന് അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. വീണുപോയ മനുഷ്യന്റെ പ്രാണനെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ വാസ്തവത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്തിലെ കുറെ കാര്യം കൂടെ സുവിശേഷമായി വിളിച്ചു പറയും.
ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ സുവിശേഷമായി പറയണം. ദൈവം ചെയ്ത അത്ഭുതങ്ങള്, ദൈവത്തിന്റെ പ്രവൃത്തികള്, ദൈവത്തിന്റെ സ്തോത്രം, അരുളപ്പാടുകള്, ഇസ്രായേൽ ജനങ്ങളെ തെറ്റിപ്പോയപ്പോൾ അവർ എങ്ങനെ മടങ്ങി വന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കണം. അല്ലാതെ ഇസ്രായേൽ ജനങ്ങൾ കനാൻ വെട്ടിപ്പിടിച്ചു, അതുപോലെ നമുക്കും പോയി വെട്ടിപ്പിടിക്കണം, നമുക്കും ദേശം വെട്ടിപ്പിടിക്കണം, ഈ ലോകത്തിന്റെ സമ്പത്ത് വെട്ടിപ്പിടിക്കണം. ഇതല്ല സുവിശേഷം. ഇത് മനുഷ്യനെ തെറ്റിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ സത്യമായിട്ടും ഈ വേദപുസ്തകത്തിന്റെ വചനമനുസരിച്ച് രക്ഷിക്കേണ്ടിയിടത്ത് മരിപ്പിക്കുകയാ ചെയ്യുന്നത്. പ്രാണനെ രക്ഷിക്കേണ്ടിയ സ്ഥാനത്ത് ഈ പ്രാണനെ മരണത്തിലേക്ക് നയിക്കുന്ന സുവിശേഷമാകുന്നു അത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് അവലോകനം ചെയ്തു നോക്കണം. കേൾക്കുന്ന സുവിശേഷം നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് നിത്യതയിൽ കൊണ്ടുപോകുന്നതാണോ, അതോ ഈ ലോകത്തിന്റെ പ്രോസ്പെരിറ്റി കേട്ട് ആ പ്രോസ്പെരിറ്റി, അതായത് ലോകത്തിന്റെ ധനമാനങ്ങൾ അത് പ്രാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സുവിശേഷമാണെങ്കിൽ, പ്രിയ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ കൂടി നിങ്ങളുടെ പ്രാണൻ ജീവനിലേക്കല്ല, മരണത്തിൽ നിന്നും മരണത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലത്തെ ജനങ്ങൾക്ക് അതാണ് ഇഷ്ടം. മരണത്തിൽ പോയാലും വേണ്ടില്ല, ഈ ലോകം വെട്ടിപ്പിടിക്കണം. പ്രാണൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, പ്രാണൻ തീക്ക് നരകത്തിൽ പോയാലും വേണ്ടില്ല, ഇവിടെ സ്ഥാനവും മാനവും വെട്ടിപ്പിടിച്ച് 10 പേരുടെ മുൻപിൽ രാജാവാകണം. സ്തോത്രം. ഇത് കണ്ട് അനേകര്, പാവപ്പെട്ടവര്, ബലഹീനര്, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത അനേകർ ഇത് കണ്ട് ഇതാണ് ശരിയെന്ന് വിചാരിച്ച് അവരും അതിന്റെ പുറകെ പോകും. ഒടുവിൽ അവരും ഇവിടെ ചെന്ന് അവസാനിക്കും, മരണത്തിൽ നിന്നും മരണത്തിലേക്ക് ചെന്ന് അവസാനിക്കും. അതാണ് പറഞ്ഞത്, സുവിശേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയണം, ഇത് നിത്യജീവനിലേക്ക് പോകുന്ന സുവിശേഷങ്ങളും വാക്കുകളും പ്രബോധനങ്ങളുമാണോ, അതോ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ദൈവീയ ജ്ഞാനം നമുക്കുണ്ടാകണം. ആ ജ്ഞാനം നമുക്കുണ്ടാകണമെങ്കിൽ ഈ 12 വചനത്തെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ ഗ്രഹിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ നമ്മൾ ഈ 12 വചനം നമ്മുടെ ഉള്ളിൽ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മൾ മറ്റ് സുവിശേഷങ്ങൾ കേൾക്കുമ്പോൾ അപ്പം നമുക്കറിയാൻ പറ്റും. ഈ വചനത്തിൽ കൂടി നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കുമ്പോൾ ഈ വചനവുമായിട്ട് അത് ഒക്കുന്നില്ലല്ലോ, സത്യവുമായിട്ട് ഒക്കുന്നില്ല, നീതിയുമായിട്ട് അത് ഒക്കുന്നില്ല, വിശുദ്ധിയുമായിട്ട് അത് ഒക്കുന്നില്ല, വിശ്വസ്തതയുമായി അത് ഒക്കുന്നില്ല. അപ്പോൾ ഈ 12 വചനത്തിന് ഒക്കാത്തതെല്ലാം, ചേരാത്തതെല്ലാം മറ്റ് സുവിശേഷങ്ങളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മറ്റ് സുവിശേഷം, വേറൊരു സുവിശേഷം നിങ്ങളെ ഇത്ര പെട്ടെന്ന് മറിച്ചു കളഞ്ഞത് എന്തുകൊണ്ട്? യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയത് എന്ത്? അപ്പോൾ തന്നെ പൗലോസ് ഗലാത്യ ലേഖനം 1-ാം അധ്യായം, അതിന്റെ ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ഓർപ്പിക്കുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ സത്യവചനത്തെക്കുറിച്ചാണ് പൗലോസ് പ്രസംഗിച്ചത്. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും ഈ 12 വചനത്തെക്കുറിച്ചാണ് പൗലോസ് പ്രസംഗിച്ചത്. പൗലോസിന്റെ 14 ലേഖനങ്ങൾ എടുത്ത് അവയെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പൗലോസ് എന്തായിരുന്നു മുമ്പ് പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് വീണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ട്, ആ വചനങ്ങളെ ഉദ്ധരിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ആ സഭയ്ക്ക് എഴുതിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുമ്പ് പ്രസംഗിച്ചത് എന്തായിരുന്നു? വേറൊരു സുവിശേഷമല്ലായിരുന്നു. കാരണം വേറൊരു സുവിശേഷത്തിന്റെ യാതൊരു ഭാഗങ്ങളും ഈ 14 ലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ ഇവിടെ വേറൊരു സുവിശേഷം, അപ്പോൾ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം ഞങ്ങൾ തന്നെയാകട്ടെ വേറെ ആരെങ്കിലും ആകട്ടെ പ്രസംഗിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ
ഈ 12 വചനവുമായി ചേരാത്ത ഏതെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് പൗലോസ് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഈ റിസൾട്ട് ഒന്നും അല്ലല്ലേ. ഈ റിസൾട്ടൊക്കെ അവിടെ കിടക്കും. ഇവിടെ മാന്യമായിട്ട് ഇവിടെ സ്ഥാനവും മാനവും പണവും ഉണ്ടാക്കി ലോകപ്രസിദ്ധനായി ഇവിടെ മരിക്കുന്നതിന് വരെ ജീവിക്കുക. മരിച്ചു കഴിഞ്ഞ പിന്നല്ലേ, പിന്നെ നോക്കാം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ പോകുന്നവർ അങ്ങനെ പോകട്ടെ. എന്നാൽ പാവപ്പെട്ടവരായ ഇളങ്കയും വലങ്കയും തിരിച്ചറിയാത്ത എന്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ പോകുന്നവർ അങ്ങനെ പോകട്ടെ. നിങ്ങൾ അവരവരുടെ പുറകെ പോകരുത്. അവരുടെ വാക്കുകളല്ല, വേദപുസ്തകത്തിലെ വചനത്തിലേക്ക് മടങ്ങി വരണം. വേദപുസ്തകം പഠിക്കണം, വേദപുസ്തകം പരിശോധിക്കണം, വേദപുസ്തകം സെൽഫ് സ്റ്റഡി ചെയ്യണം. ഈ വചനം മനസ്സിൽ വെച്ചുകൊണ്ട് വേദപുസ്തകം പഠിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് യഥാർത്ഥ സുവിശേഷത്തിന്റെ വഴിയിൽ കൂടി പോകുവാൻ സാധ്യമാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാണൻ പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് തേജസ്സീകരിക്കപ്പെട്ട് അവൻ നിത്യതയിലെത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പ്രാണനിലാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനം 49 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. അപ്പോൾ അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് മലയാളം ബൈബിളിൽ സങ്കീർത്തനം 49 അധ്യായം അതിന്റെ 9 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം ഇംഗ്ലീഷ് ബൈബിൾ KJV വേർഷൻ ബൈബിളില് സങ്കീർത്തനം 49 അധ്യായം അവിടെ 8 വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മലയാളവും ഇംഗ്ലീഷും കൂടി തമ്മിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ 9 വാക്യമാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പക്ഷെങ്കിൽ 8-ാമത്തെയോ 7-ാമത്തെയോ ചിലപ്പോൾ അതേ വാക്യത്തിൽ തന്നെ കിട്ടും. പക്ഷെ പല വാക്യങ്ങളും അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. മുകളിലും താഴെയുമായിട്ട് അതിന്റെ മുകളിലത്തെ നമ്പറിലും താഴത്തെ നമ്പറിലും വരുന്നുണ്ട്. ഇവിടെ 49 KJV വേർഷനിൽ ബൈബിളിൽ 49 അധ്യായം സാംസ് 49 അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഫോർ ദ റിഡംഷൻ ഓഫ് ദെയർ സോൾ ഈസ് പ്രേഷ്യസ്. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നത് റിഡംഷൻ ഓഫ് ദെയർ സോൾ. അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീണ്ടെടുപ്പെന്നും രക്ഷയെന്നും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. രക്ഷ വീണ്ടെടുക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അവകാശപ്പെടുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സോൾ അല്ലെങ്കിൽ പ്രാണനെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാണനെ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും പാപത്തിലേക്കും മുറിവിലേക്കും നാശത്തിലേക്കും പോകത്തക്കവണ്ണം പ്രവൃത്തികളും സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പാപം ചെയ്ത് അതിക്രമം ചെയ്ത് ലോകത്തിൽ അനുരൂപരായി ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ്? വീണ്ടെടുപ്പ് എവിടെ നടന്നു എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രാണനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടായിട്ടില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ, നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടോ, നിങ്ങൾ രക്ഷ നമുക്ക് ഭദ്രമാണെന്നൊക്കെ നമ്മൾ ഒത്തിരി ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്, നല്ലത് തന്നെ. പക്ഷേ ഏതിനെ ആസ്പദമാക്കിയാണ് ഈ പറയുന്നതെന്നൊന്ന് തെളിച്ചു പറയണം. നിങ്ങളെന്ന് ഞാനെന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്നാൽ തെളിയിച്ചു പറയണം, നിങ്ങളുടെ പ്രാണനെയാണ് വീണ്ടെടുത്തത്, പ്രാണനാണ് രക്ഷ. എങ്കിൽ മാത്രമേ കേൾക്കുന്നവർക്ക് പ്രാണൻ എന്ന അവരുടെ പ്രാണനെക്കുറിച്ചൊരു ബോധം അവർക്കുണ്ടാകത്തുള്ളൂ. പ്രാണനെക്കുറിച്ച് ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രാണനെക്കുറിച്ച് യാതൊരു ബോധവും യാതൊരു അറിവുമില്ല എങ്കിൽ അവനോട് രക്ഷയും മാനസാന്തരവും സ്നാനവും സ്വർഗരാജ്യവും നിത്യതയും കർത്താവിന്റെ 2ാമത്തെ വരവും യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തികളും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ചേമ്പരപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നത് പോലെ ഉള്ളൂ.
ഇന്നത്തെ ആത്മീയ ഗോളത്തിലേക്ക് നമ്മളൊന്ന് കണ്ണു ഒളിച്ചു കഴിഞ്ഞാൽ ഈ ചേമ്പലപ്പുറത്ത് വെള്ളം ഒഴിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കൈയടിക്കാനും അതിനെ അനുമോദിക്കുവാനും ഒക്കെ കുറെ പാവപ്പെട്ട ജനങ്ങളും. ഈ ജനം മനസ്സിലാക്കുന്നില്ല, ഇതെന്റെ പ്രാണനെ കുറിച്ചാണ് ഈ പറയുന്നത്. വിഷയം പ്രാണനാണ്. പ്രാണനിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിടുതൽ വേണം, ബന്ധനം വഴിയും ഇപ്പോൾ സൗഖ്യം കിട്ടും. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാണനാണ് വിടുതൽ വേണ്ടിയത്. നമ്മുടെ പ്രാണനാണ്, പ്രാണന്റെ ബന്ധനമാണ് അഴിയേണ്ടിയത്. പ്രാണന്റെ രോഗമാണ് സൗഖ്യമാകേണ്ടത്. അപ്പോൾ ഈ ഒരു അറിവ് ലോകത്തിലേക്ക് നമ്മൾ വിളംബരം ചെയ്യുന്നില്ല എങ്കിൽ ഈ കേൾക്കുന്ന മനുഷ്യർ കുറച്ചു കഴിയുമ്പോൾ അവിശ്വാസികളായി, ജഡികന്മാരായി, ഹൃദയം കഠിനപ്പെട്ടവരായി അവർ തീരുന്നതല്ലാതെ ദൈവത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നവരായി തീരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ എങ്ങോട്ടും പോകാൻ കഴിയത്തില്ല, പിന്നെ ഇവിടെ അങ്ങ് നിൽക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ നിന്നിട്ട് കാര്യമില്ല. ആ നിൽക്കുന്നവരെ കുറിച്ചല്ല ദൈവത്തിന്റെ ലക്ഷ്യം. ആമേൻ. അങ്ങനെ നിന്ന് അങ്ങ് മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കട്ടെ, തീർന്നു. ആ വ്യക്തിയുടെ പ്രാണനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പ്രാണൻ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാണനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ പുറമേ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും വിശ്വാസിയായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത്, എന്റെ ആടുകളെ തെറ്റിക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അവിടെ അങ്ങനെ പറഞ്ഞെങ്കിൽ പുതിയ നിയമം വരുമ്പോൾ സുവിശേഷത്തിൽ കൂടി ജനത്തിന്റെ പ്രാണനെക്കുറിച്ച് ബോധം കൊടുത്ത്, തിരിച്ചറിവ് കൊടുത്ത്, ആ പ്രാണൻ രക്ഷപ്പെടണം, വീണ്ടെടുത്ത് നിത്യതയിൽ എത്തുവാൻ തക്കവണ്ണം ആ പ്രാണനിൽ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ മാറും? ദൈവത്തിന്റെ വചനത്തിന്റെ ഏത് വചനത്തിന്റെ പ്രവൃത്തിയിൽ കൂടി അത് ശുദ്ധീകരിക്കപ്പെട്ട്, നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അതൊന്നുകിൽ രൂപാന്തരം പ്രാപിക്കും, അല്ല മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവർ പുനരുത്ഥാനം പ്രാപിക്കണം. അതെങ്ങനെ സാധിക്കും? അത് മനുഷ്യനാൽ സാധ്യമല്ല. അത് ദൈവത്തിന്റെ വചനം. ഏത് വചനം? ഈ 12 വചനം. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്. അപ്പോൾ സത്യം അതെന്ത് പ്രവൃത്തി ചെയ്യുന്നു? നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, പ്രാണന്റെ കറകളും ചുളുക്കുകളും വാട്ടങ്ങളും മാറുവാൻ സത്യം എന്താണ് ചെയ്യുന്നത്? നീതി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഈ 12 വചനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനുഷ്യൻ ഗ്രഹിച്ചു കഴിയുമ്പോൾ അവർക്ക് അവരുടെ പ്രാണനെക്കുറിച്ചും ഈ വചനത്തെക്കുറിച്ചും വചനം പ്രാണനിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു വെളിവും ബോധവും സുബോധവും അവർക്ക് വന്നു കഴിയുമ്പോൾ അവർ കൂടുതൽ ആ വചനത്തിൽ നിൽക്കുവാനും അവിടെ പ്രാണനെ സൂക്ഷിക്കുവാനും അവർ പഠിക്കും. ഇതാണ് യഥാർത്ഥമായി ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ലക്ഷ്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറുന്നു. ഇവിടെ ഇംഗ്ലീഷ് ബൈബിളില് 8ാമത്തെ വാക്യത്തിൽ ദ റിഡംഷൻ ഓഫ് ദെയർ സോൾ ഈസ് പ്രഷ്യസ് ആൻഡ് ഇറ്റ് കാസ്റ്റ് ഫോർ എവർ. അപ്പോൾ ഫോർ എവർ എന്താണ്? ഫോർ എവർ നിത്യതയിലേക്ക് പോകുന്നത് എന്താണ്? ഇവിടെ വ്യക്തമായിട്ട് വചനം എഴുതിയിരിക്കുന്നു, നോട്ട് സ്പിരിറ്റ്സ്, ദ സോൾ. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾക്ക് എടുത്തു നോക്കാം, പല വേഴ്സിലും എടുത്ത് നോക്കിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സോളിന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാകുന്നു. ആൻഡ് ഇറ്റ് കഷത്ത് ഫോർ എവർ എന്ന് പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പാ പ്രാണൻ. അല്പകാലത്തേക്ക് മാത്രമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മാത്രമല്ല. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമ്മുടെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടാൽ അത് ഈ വചനത്തിന്റെ പ്രവൃത്തിയിൽ കൂടി, വചനത്തിന്റെ സ്വഭാവം, വചനം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ കൂടിയാണ് ഇതിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നത്. നമുക്കറിയാം, ഒരു തട്ടാൻ സ്വർണം അവന്റെ കയ്യിൽ കിട്ടിയാൽ, കൈ കിട്ടിയത് തങ്കമാണ് അല്ലെങ്കിൽ സ്വർണം, പക്ഷെ അതിനെ തേജോമയമായ
ആഭരണമായി മാറ്റണമെങ്കിൽ അവൻ എന്ത് പണി അതിന്റെ പുറത്ത് ചെയ്യണം? പെട്ടെന്ന് ആ സ്വർണം ഒരു ആഭരണമാക്കിയാൽ അതിന് തേജസ് കിട്ടത്തില്ല. പക്ഷെ തേജസ് കിട്ടണമെങ്കിൽ ഈ സ്വർണം ഉരുക്കി 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 ഇതിനകത്തെ കീടങ്ങളും പൊടികളും കറകളും ഇതിന്റെ ശോഭ തെളിയാതിരിക്കത്തക്കവണ്ണം എന്തെല്ലാം ആ സ്വർണത്തിൽ പിടിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി ശുദ്ധീകരിച്ചെടുക്കണം, മാറ്റിയെടുക്കണം. അങ്ങനെ ശുദ്ധമായ ഒരു സ്വർണം എടുത്താണ് അവൻ ആഭരണം, എന്തെങ്കിലും ഒരു ആഭരണം പണിയുന്നത്, ഒരു ഉരുപ്പടി പണിയുന്നത്. ആ ഉരുപ്പടി കാണാൻ വളരെ ഭംഗിയും ശോഭയുമായിരിക്കും. അപ്പോൾ നല്ലതുപോലെ അതിന് പുറകിൽ ജോലി ചെയ്യണം, മെഹനത്തുണ്ട്, ജോലി ചെയ്യണം, പണി ചെയ്യണം. ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സ്നാനപ്പെട്ടത് കൊണ്ടോ ഒരു സഭയിൽ പോയത് കൊണ്ടോ ഒന്നും നമ്മുടെ സോള് അല്ലെങ്കിൽ പ്രാണൻ ശുദ്ധീകരിക്കപ്പെടുകയോ തേജസ്സറിയപ്പെടുകയോ ചെയ്യുന്നില്ല. അതിന്റെ ആരംഭമാണ്. ശുദ്ധീകരിക്കുവാനും തേജസ് വരുവാനും ഗ്ലോറിഫൈ വരുവാനും ഉള്ളതിന്റെ ആരംഭമാണ്. അപ്പോൾ ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ പണികളുണ്ട്. ആ പണിയാണ് ഈ വചനം നമ്മുടെ സോളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനം, ദ വേർഡ്, ഈ പറഞ്ഞ 12 വേർഡ്, ഈ വചനം നമ്മുടെ സോളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഈ വചനത്തെ ഗ്രഹിക്കണം. ഈ വചനത്തിന് എന്റെ പ്രാണനിലെ സകല അഴുക്കുകളും കറകളും ചുളുക്കങ്ങളും മാറ്റിക്കളയുവാൻ ശക്തിയുണ്ടെന്ന് ഈ വചനത്തിൽ വിശ്വസിക്കണം, സത്യത്തിൽ വിശ്വസിക്കണം, നീതിയിൽ വിശ്വസിക്കണം, ഈ 12 വചനത്തിലും വിശ്വസിക്കണം. ഈ വചനത്തിന് എന്റെ പ്രാണനെ ശുദ്ധീകരിക്കുവാൻ കഴിവുണ്ട്. അതാണ് വിശ്വാസം. കുരുടനായവൻ വഴിയിലിരുന്ന യേശുക്രിസ്തു സ്തോത്രം നടന്ന് പുരുഷാരവുമായി നടന്നു വന്നപ്പോൾ ആ കുരുടൻ എന്താണ് പറഞ്ഞത്? ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. അപ്പോൾ ആരാണ് ഈ നടന്നു വരുന്നത്? അവൻ മനുഷ്യരാണെങ്കിലും വചനമാണ് നടന്നു വരുന്നത്. അപ്പോൾ വചനം ജഡമായി തീർന്നു. അപ്പോൾ അവൻ വചനമാണ്, ശരീരമായി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിന് ഈ ലോകത്തിന്റെ ഒരംശവും ഒന്നും ചേർന്നതല്ല, അത് പ്യൂർ വചനമാണ്. അപ്പോൾ ഈ കുരുടൻ ആരോടാണ് സംസാരിച്ചത്? വാസ്തവത്തിൽ ആത്മീയ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം നമ്മൾ ശരിക്ക് ചിന്തിച്ചാൽ ആ കുരുടൻ വചനത്തോടാണ് സംസാരിച്ചത്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. അപ്പോൾ യേശു ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം? ആരാണ് ചോദിച്ചത്? വചനമാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഈ വചനം സംസാരിക്കുന്ന വചനമാണ്. ഈ 12 വചനവും നമ്മോട് സംസാരിക്കുന്ന വചനമാണ്. ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ വചനം ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം? എനിക്ക് കണ്ണ് കാണണം. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ വചനം ചോദിക്കുകയാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കുരുടൻ പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. വചനത്തോടാ പറഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ ആരെയാ വിശ്വസിക്കേണ്ടത്? ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് ആത്മീയ കോളത്തിലെ വിഷയം. എല്ലാവരും യേശു 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 എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നല്ല കാര്യം തന്നെ. പക്ഷേ യേശു ആരാണ്? യേശു വചനമാണ്. ഈ 12 വചനമാണ്. നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, പക്ഷെ വചനത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യേശു എന്ന വ്യക്തി ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല. മനുഷ്യരൂപത്തിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല. ഇന്ന് നമ്മുടെ ഉള്ളത് ഈ വചനവും ആത്മാവുമാണ്. ഈ വചനത്തിലാണ് ഈ ആത്മാവ്. ഈ വചനം അഭിഷേകം നിറഞ്ഞ വചനമാണ്. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ആത്മാവാകുന്നു ദൈവം. അപ്പോൾ വചനം സത്യത്തോടുകൂടി സ്തോത്രം, ഹോളി സ്പിരിറ്റ്, അത് അഭിഷേകമുള്ള വചനമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ദ വേർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അഭിഷേകമുള്ള വചനത്തിലാണ് ദ വേർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ വാക്കുകളും സുവിശേഷം അല്ലെന്ന് പറയുന്നതിന്റെ കാര്യമത.
പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ സത്യസുവിശേഷം എല്ലാ വാക്കുകളുമല്ല, ദ വേർഡിന്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണമാണ്. ദ വേർഡിന് മാത്രമേ, ഈ വചനത്തിന് മാത്രമേ അത്ഭുതം ചെയ്യുവാൻ കഴിയുള്ളൂ. യേശു ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? കുളം പറയും, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അപ്പോൾ ആരെയാണ് വിശ്വസിക്കുന്നത്? പണമില്ലാതെ, കയ്യിൽ പണമില്ലാതെ അല്പ പണം കൊണ്ട് ഒരു വീട് തീർക്കുവാൻ ഉണ്ടാകുന്ന വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതല്ല വിശ്വാസം. അതുകൊണ്ടാണ് മനുഷ്യർ ആ വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്നത്. ആ വിശ്വാസത്തിൽ ഫലം കാണാതെ സ്തോത്രം കുഴഞ്ഞുപോയി അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഭിന്നത്തേന് ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. ഇവിടെ വിശ്വസിക്കേണ്ടിയവനെ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കേണ്ടാത്തതെല്ലാം വിശ്വസിക്കും. കുഴച്ചിലും കുരുക്കിലും വലയിലും കുടുക്കിലും ഇരുട്ടിലും കൊണ്ട് ചാടിക്കുന്നതിലെല്ലാം വിശ്വസിക്കും. അത് വിശ്വസിക്കത്തക്കവണ്ണം കുറെ മറ്റൊരു സുവിശേഷവും ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാഹകൻ പ്രസംഗിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാട്ടിലും വലിയവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ വീശുമുറം കൊണ്ട് വീശി കളകളെല്ലാം തീയിലും നല്ല മണികളെയെല്ലാം ശാലയിലും ആക്കുന്നവനാണ്. അവിടെ യോഹന്നാൻ പ്രസംഗിച്ചു, കളകളും നല്ല മണികളും. ഇന്ന് നല്ല മണികളും കളകളും ഒന്നിച്ചായിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഈ 12 വചനത്തിന്റെ മനസ്സിലാക്കൽ കൂടി, പഠിപ്പിൽ കൂടി, അറിവിൽ കൂടി നമുക്ക് ഈ കളകളെ തിരിച്ചറിയുവാൻ കഴിയും. ഏതാണ് കള, ഏതാണ് നല്ല മണി? അത് തിരിച്ചറിയണമെങ്കിൽ ഈ വചനത്തിന്റെ പഠനവും ഗ്രഹണവും നമുക്കുണ്ടാകണം. അപ്പോൾ യേശു പറയും, നിനക്ക് നീ വിശ്വസിക്കുന്നു? ഓ കർത്താവേ, വിശ്വസിക്കുന്നു, നിന്റെ വിശ്വാസം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവന്റെ കണ്ണു തുറന്നു. അപ്പോൾ പ്രിയ ദൈവജനമേ, അതുകൊണ്ടാണ് ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഈ വചനത്തിന് എന്റെ സകല സ്തോത്രം അവസ്ഥയ്ക്കും വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള വചനമാണ് ഈ വചനമെന്ന് നമ്മൾ ആദ്യം ഈ വചനത്തിൽ വിശ്വസിക്കണം. ഈ വചനത്തെ ആദ്യം നമ്മൾ സ്വീകരിക്കണം. ഈ വചനത്തെ സ്വീകരിക്കുന്നതാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഇനിയും രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിൽ ഈ വചനമുണ്ട്, പക്ഷെ ഇത് ഉറങ്ങിക്കിടക്കുകയാണ്. യേശു പടകിൽ ഉറങ്ങിയതുപോലെ ഇത് ഉറങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾ അതിനെ ഉണർത്തണം. ഇതിനെ ഉണർത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. സത്യത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിയും, നീതിക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയും. അങ്ങനെ ഈ 12 വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ 12 വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നവരായിത്തീരും. ഈ വചനത്തിൽ മാത്രമേ ഈ ലോകത്തിൽ നിങ്ങളെ ഇരുട്ടിൽ നിന്നും നരകത്തിൽ നിന്നും ഒക്കെ വിടുവെച്ച് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ, ഈ ലോകത്തിലും പരലോകത്തിലും സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ ഈ വചനത്തിനല്ലാതെ വേറെ യാതൊരു സ്തോത്രം ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങളൊന്ന് ഓർക്കണം. ദൈവം നിങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രാണൻ, ആ പ്രാണൻ ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് നശിപ്പിച്ച അവസാനം അത് നിത്യനരകത്തിന് യോഗ്യമാക്കി തീർക്കരുത്. അത് നിത്യനരകത്തിൽ അത് തീക്കിരയായി തീർന്നാൽ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, അതിന് അൺലിമിറ്റഡ് ടൈമാണ്. അതായത് അതിന് കാലമില്ല. ആ നരകത്തിൽ അഗ്നിക്കകത്ത് ഈ പ്രാണൻ കിടന്ന് വേദന കൊണ്ട് പുഴുവും, ചാകാത്ത പുഴുവും കെടാത്ത തീയും, അതിൽ കിടന്ന് ഈ പ്രാണൻ, അതിന് കാലമില്ല, അനന്തകാലം, അതിന് ലിമിറ്റേഷൻ ഇല്ലെന്ന്, അതിരില്ല. പോട്ടെ, നമുക്കൊരു കുറ്റം ചെയ്തു, ശിക്ഷിച്ചു, ജയിലിൽ പോയി, അതിനൊരു പരിധിയുണ്ട്. ഒന്നുകിൽ ഒരു 12 വർഷം തടവ്, അല്ലെങ്കിൽ കൊലക്കുറ്റം, കൊല ചെയ്യുക, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക. അപ്പൊ തൂക്കിക്കൊല്ലുന്നതിന് ഒരു പരിധിയുണ്ട്. ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അവനെ തൂക്കിക്കൊല്ലും. തൂക്കിക്കൊല്ലുന്നതോടുകൂടി അവന്റെ ആ ജയിലിലെ കഷ്ടതയും വേദന തീരുക. അല്ല, 12 വർഷം ശിക്ഷിച്ചിട്ട് 12 വർഷം കഴിയുമ്പോൾ അവൻ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴും അവന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നരകമെന്ന് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുന്നതല്ല.
അതിന് കാലമില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്ത പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ സ്നേഹിക്കണം. പ്രാണനിൽ ഈ 12 വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. ഈ വചനം നിങ്ങളെ രക്ഷിക്കുകയും സഹായിക്കുകയും നിത്യതയിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത് സ്തോത്രം 9 അതിന് ഫോർ എവർ എന്നേക്കുമായിട്ട് ഉള്ള വീണ്ടെടുപ്പ്. സ്തോത്രം അതിന്റെ സ്തോത്രം ഫോർ എവർ. 9 വാക്യം പറയുന്നത് ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈ ഫോർ എവർ. ഇംഗ്ലീഷ് വേഴ്സനാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിന്റെ 9 വാക്യം. 8 വാക്യമാണ് നമ്മൾ വായിച്ചത്. ഫോർ ദ റിഡംഷൻ ഓഫ് ദെയർ സോൾ ഈസ് പ്രേഷ്യസ് ആൻഡ് ഇറ്റ് ക്രഷത്ത് ഫോർ എവർ. 9 വാക്യം പറയുന്നത് ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈവ്. ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈവ് ഫോർ എവർ. ഹി മീൻസ് ഹു? ഹി മീൻസ് ദാറ്റ് സോൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പേര് എന്തിനു വേണ്ടിയാകുന്നു എന്ന് നമ്മൾ ഓർത്ത് പറഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടതിന് വ്യക്തിപരമായ പേരുകൾ, അത് നമ്മുടെ പ്രാണന്റെ പേരാണെന്ന് നമ്മൾ ഓർക്കുവാനിടയായിത്തീരും. ഇവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈവ് ഫോർ എവർ. ആ ജീവിതം 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല. അപ്പൊ പ്രാണന്റെ വീണ്ടെടുപ്പ് നിത്യതയ്ക്ക് വേണ്ടിയാണ്, ഫോർ എവർ. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? ആത്മാവാണോ പ്രാണനാണോ നിത്യത കിട്ടുന്നത്? നമ്മളെല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ആത്മാവിനാണ് നിത്യതയെന്നാണ്. പ്രാണനെ അങ്ങ് മറക്കുക. പ്രാണനെ മറന്നിട്ട് നമ്മുടെ ഇഷ്ടം പോലെ പ്രാണനെ നമ്മൾ അങ്ങ് ഉപയോഗിക്കുക. നമുക്ക് ഏത് ചെയ്യണമെങ്കിലും നമ്മുടെ പ്രാണനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നുകിൽ ഗുഡ് അല്ലെങ്കിൽ ബാഡ്. ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും പ്രാണന്റെ സഹായം നമുക്ക് വേണം. നല്ല കാര്യം ചെയ്യുവാനും മോശമായ കാര്യം ചെയ്യുവാനും രണ്ടിനും ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ പ്രാണനെയാണ്. അപ്പോൾ പ്രാണനെക്കുറിച്ച് നമുക്ക് അറിവില്ലെങ്കിൽ വിശ്വാസിയായിരിക്കെ നമ്മൾ എന്ത് ചെയ്യും? പ്രാണനിൽ നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്യും, ജഡീയമായ കാര്യങ്ങൾ ചെയ്യും, ഈ 12 വചനത്തിനൊക്കാത്ത കാര്യങ്ങളെല്ലാം ചെയ്യും. അവസരം കിട്ടുന്നതും ലാഭം കിട്ടുന്നതും സുഖസൗകര്യമുള്ളതുമായ എല്ലാ കാര്യങ്ങളും പ്രാണനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് ചെയ്യും. കാരണം ആത്മാവല്ലയോ സ്വർഗത്തിൽ പോകുന്നത്, നിത്യതയിൽ പോകുന്നത്. പ്രാണനെക്കുറിച്ച് അറിവില്ല. പക്ഷെ ഇവിടെ തിരിച്ചറിയണം, പ്രാണനാണ് നിത്യതയിൽ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് കറപ്ഷൻസ്, തെറ്റുകൾ നമ്മൾ ആത്മീയ കോളത്തിൽ പഠിച്ചു മനസ്സിലാക്കി പാരമ്പര്യമായിട്ട് എന്ന് സുവിശേഷം തുടങ്ങിയോ അന്ന് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട്. തിരുത്തണം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കി തിരുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈവ് ഫോർ എവർ ആൻഡ് നോട്ട് സീ കറപ്ഷൻ. വീണ്ടെടുക്കപ്പെട്ട് ഈ വചനത്താൽ ശുദ്ധീകരണം ചെയ്താൽ അത് എന്നേക്കുമായിട്ട് ഫോർ എവർ, എന്നേക്കുമായിട്ട് നിത്യജീവൻ കിട്ടുന്നു. പിന്നെ ഒരു കറപ്ഷൻ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പ്രാണനിൽ ഒരു കറപ്ഷൻ വരാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ പുനരുത്ഥാനം പ്രാപിക്കണം, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ പ്രാണനിൽ കറപ്ഷൻ വരാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രാണനൊന്നും പോകണമെന്നൊന്നും അല്ലല്ലോ നിർബന്ധം. സഭയില് ആള് കൂടണം, കുടുംബങ്ങൾ വരണം. എന്തിനാ ആള് കൂടാൻ? ഞാനൊന്ന് ഒരു കാര്യം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ ദശാംശവും സ്വോത്രകാഴ്ചയും ഇല്ലെന്നിരിക്കട്ടെ, സഭകളിൽ ഇല്ലെന്നിരിക്കട്ടെ, എത്ര പേര് ആത്മാർത്ഥമായിട്ട് കർത്താവിന്റെ വേലയില് മുൻപോട്ട് വരും? സ്വമേധയാൽ എത്ര പേര് വരും? 1% പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സഭ വളരണം, കുടുംബങ്ങൾ കൂടണം എന്നുള്ളതിന്റെ പുറകിലത്തെ ഉദ്ദേശം എന്താണ്?
സാമ്പത്തികം. സഭ വളർന്നാൽ സാമ്പത്തികം കൂടും. അതുകൊണ്ടാണ് സഭ വിട്ടുപോകുമ്പോൾ പ്രശ്നം, സ്വയമായി പോയാലും പ്രശ്നം, പല പ്രശ്നങ്ങൾ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തു ഇവിടെ ഒരു സഭയെ ഉണ്ടാക്കിയില്ല, ഒരു വരുമാനം ഉണ്ടാക്കിയില്ല, ഒരു സ്വത്രാഴ്ച ഉണ്ടാക്കിയില്ല. സുവിശേഷം പറഞ്ഞു ജനം നിത്യതയിൽ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് ഈ പ്രാണന്റെ വീണ്ടെടുപ്പും പ്രാണന്റെ ശുദ്ധീകരണവും മനുഷ്യന്റെ പ്രാണൻ നിത്യതയിൽ എത്തണമെന്നുള്ള ഒരു ഉദ്ദേശമല്ല. ഇവിടെ ഈ നാമം പറഞ്ഞ് സാമ്പത്തിക നേട്ടങ്ങളും കൊട്ടാരങ്ങളും അവരവരുടെ സാമ്രാജ്യങ്ങളും മാനുഷിക സാമ്രാജ്യങ്ങൾ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് അതിനുള്ള നല്ലൊരു ഫീൽഡായി കണ്ടിരിക്കുകയാണ്, ഒരു ചാകരയായി കണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ വെളിച്ചം വീശട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം വരട്ടെ, ക്രിസ്തു നമ്മളിൽ ജനിക്കട്ടെ. ഇവിടെ വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്താണ്? ദാറ്റ് ഹി ഷുഡ് സ്റ്റിൽ ലൈവ് ഫോർ എവർ ആൻഡ് നോട്ട് സീ കറപ്ഷൻ. ഇതിനെ കുറിച്ചാണ് പറയുന്നത്, പ്രാണനെ കുറിച്ച്. അപ്പോൾ ഈ പ്രാണനെ കറപ്ഷൻ ഇല്ലാത്ത നിലയില് പ്യൂരിഫൈ ആക്കുവാൻ ആർക്ക് കഴിയും? ഒരു വേറൊരു സുവിശേഷത്തിനും കഴിയത്തില്ല, ഒരു പ്രോസ്പെരിറ്റിക്കും കഴിയത്തില്ല, ഈ ലോകത്തിന്റെ ഒരു ധനത്തിനും മാനത്തിനും സ്ഥാനത്തിനും കസാറയ്ക്കും കഴിയത്തില്ല, ഒരു സാമ്രാജ്യത്തിനും കഴിയത്തില്ല. ഓൺലി ത്രൂ വേർഡ്, ദ വേർഡ്. ഈ 12 വചനത്തിൽ കൂടി അല്ലാതെ ഈ പ്രോസസ് പ്രാണനിൽ നടക്കത്തില്ല. ഈ 12 വചനത്തിന്റെ, അതാണ് ഈ 12 വചനത്തിന്റെ പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വരുമ്പോഴാണ് ക്രിസ്തു നമ്മളിലുള്ളത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ പ്രാണൻ നിത്യതയിൽ പ്യൂരിഫൈ ആയിട്ട് എത്തണം. അപ്പോൾ ഈ നമ്മുടെ പ്രാണനെ ശുദ്ധീകരിച്ച് നിത്യതയിൽ എത്തിക്കുവാനാണ് ഈ വചനം, ദ വേർഡ്. സ്തോത്രം. 2 യോഹന്നാൻ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജോൺ 2:4, യോഹന്നാൻ എഴുതിയ ലേഖനം, രണ്ടാം ലേഖനം 4-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ യോഹന്നാന്റെ സന്തോഷം എന്തായിരുന്നു? നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ, ദൈവത്തിന്റെ മക്കളായി വീണ്ടും ജനനം പ്രാപിച്ചു വന്ന ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. എന്തുകൊണ്ടാണ് ഇവര് സത്യത്തിൽ നടക്കാൻ കാരണം? സത്യം എന്തുകൊണ്ട്? അവരെ വചനത്തിൽ നടക്കുവാൻ തീരുമാനിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ ക്രിസ്തുവിനൊത്തവണ്ണം ജീവിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ യോഹന്നാൻ നോക്കിയപ്പോൾ അവർ സത്യത്തിൽ നടക്കുന്നു. അവർ സത്യം, ആ വചനത്തിൽ അവർ നടക്കുന്നു. അപ്പോൾ വചനത്തിന്റെ പ്രാധാന്യം നോക്ക്. അതിന്റെ 3 യോഹന്നാൻ 3-ാം വാക്യം, യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 3-ാം ലേഖനം അതിന്റെ 3-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന്റെ സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ സഹോദരന്മാർ വന്നിട്ട് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്നെക്കുറിച്ച് സത്യത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടതിൽ സന്തോഷിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യത്തിൽ നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പുച്ഛമാണ്. എന്നാൽ എനിക്ക് ഈ വർഷം ഒരു 10 ലക്ഷം രൂപ ലാഭമുണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. പക്ഷെ എങ്ങനെയാ ലാഭം ഉണ്ടാക്കി എന്നുള്ളതല്ല. 10 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയാൽ അതിന്റെ ഓഹരി ഇങ്ങി വരുമല്ലോ. നിന്റെ ബിസിനസ്സൊക്കെ നന്നായി എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുണ്ട്. എന്താ? ബിസിനസ് നന്നാകും തോറും ഓഹരിയുടെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. സ്തോത്രം.
അതിലാണ് ഇന്ന് സന്തോഷം. പ്രോസ്പെരിറ്റിയിൽ വളരുന്നതാണ് ഇന്നത്തെ സന്തോഷം. എന്നാൽ ഇവിടെ യോഹന്നാൻ പറയുന്നു, ചില സഹോദരന്മാർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേട്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു. മകനെ, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുകയും ആ സാക്ഷ്യം, ഞാൻ സത്യത്തിന്റെ സാക്ഷ്യം നിന്റെ കേൾക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ നമുക്ക് എന്തിലാണ് സന്തോഷിക്കേണ്ടത്? നമ്മുടെ ഒരു സഹോദരൻ സത്യത്തിൽ നടക്കുന്നു, നീതിയിൽ നടക്കുന്നു, വിശുദ്ധിയിൽ നടക്കുന്നു. ഈ 12 വചനത്തിൽ അവൻ നടക്കുന്നു. അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. കാരണം അതാണ് അവന്റെ ധനം. അത് ഈ ലോകത്തിന്റെ ധനത്തെക്കാട്ടിലും സ്ഥാനത്തെക്കാട്ടിലും മാനത്തെക്കാട്ടിലും വലുതാണത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ദ വേർഡിന്റെ സ്തോത്രം, മഹിമ. കൂടാതെ അതിന്റെ 8ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെയും കാണുന്നത്, ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. നമ്മൾ ആർക്ക് കൂട്ടുവേലക്കാരൻ? ഈ വചനത്തിന് കൂട്ടുവേലക്കാരാകണം. സ്വത്രം. അല്ലാതെ നമ്മുടെ കീഴിലുള്ള 100 പാസ്റ്റർമാരുണ്ടെങ്കിൽ അതല്ല കൂട്ടുവേലക്കാർ. അവർ വേലക്കാരാണ്. പക്ഷെങ്കിൽ അവരും നമ്മളും എല്ലാവരും ഉൾപ്പെടെ ഈ വചനത്തിന് കൂട്ടുവേലക്കാരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് 8ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ. അപ്പൊ സത്യത്തിന് കൂട്ടുവേലക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടായിട്ടുള്ളത് ആരാണ്? നമ്മുടെ കൂടെ വേല ചെയ്യുവാൻ നിൽക്കുന്നവൻ ആരാണ്? മനുഷ്യനാണോ വചനമാണോ? വചനമാണ് നമ്മുടെ കൂടെ വേല ചെയ്യുവാൻ നിൽക്കുന്നത്, അല്ലാതെ മനുഷ്യരല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മനുഷ്യരെയാണ് വേലക്കാരായി കാണുന്നത്. ആരാണ് വേലക്കാരൻ? കാര്യസ്ഥൻ ആരാണ്? പരിശുദ്ധാത്മാവാണ് കാര്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് ഈ വചനം നിൽക്കുന്നത്. വചനം പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ നമ്മുടെ സ്തോത്രം കൂട്ടുവേലക്കാരെന്ന് പറയും. നമ്മൾ വേല ചെയ്യുന്നു, നമ്മളോടുകൂടി ആര് വേല ചെയ്യുന്നു? അല്ലെങ്കിൽ പരിശുദ്ധാത്മാ ഈ വചനം വേല ചെയ്യുമ്പോൾ നമ്മളും ആ വചനത്തോടുകൂടി വേല ചെയ്യുകയാണ്. സത്യത്തിനൊരു പ്രവൃത്തിയുണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തോടു കൂടെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ട കൂട്ടുവേലക്കാരാകുക. അങ്ങനെ ഈ 12 വചനത്തോടും ചേർന്ന് നമ്മൾ ആ വേലയോട് ചേർന്ന് നമ്മൾ വേല ചെയ്യുമ്പോഴാണ് ആ വചനത്തോട് നമ്മൾ കൂട്ടുവേലക്കാരാകുന്നത്. നമ്മൾ ഈ വചനത്തോട് കൂട്ടുവേലക്കാരാകുന്നുണ്ടോ? ഉണ്ടോ? ഈ വചനത്തോട് കൂട്ടുവേലക്കാരാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം. നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പും നിത്യതയും പ്രാണൻ അങ്ങ് രൂപാന്തരപ്പെട്ട് പോകുമോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. അപ്പോൾ ഇവിടെ പിതാക്കന്മാർക്കും ബാല്യക്കാർക്കും വേണ്ടി യോഹന്നാൻ എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്നത്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ബാല്യക്കാരെന്ത് വേണം? ദൈവവചനം അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടണം. ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്തോത്രം. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും. അപ്പോൾ ബാല്യക്കാർ ശക്തരായി. എന്തുകൊണ്ടാണ്? ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളുടെ പ്രാണനിൽ ദൈവത്തിന്റെ വചനം. ഏത് വചനം? സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത. ഈ 12 വചനം. ക്രിസ്തു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തു. ആ ക്രിസ്തു എന്ന ക്യാപ്സൂളിലുള്ളതായ വചനം, അത് നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ വചനം ബാല്യക്കാൽ ഇരിക്കുമ്പോൾ അവരാരാകുന്നു? ശക്തന്മാരാകുന്നു. അവർ ക്ഷീണിക്കുന്നില്ല. അവർ ജ്ഞാനമുള്ളവരും വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും പരിജ്ഞാനമുള്ളവരും യഹോവ ഭക്തിയുള്ളവരുമായി മാറുകയാണ്. അപ്പോൾ അവർ ശക്തന്മാരാകും. അവർ ആ നിലയിൽ ശക്തരായി കഴിയുമ്പോൾ അവരുടെ മുൻപിൽ അവരെ ജയിക്കുവാൻ ഈ ലോകത്തിന്റെ ദുഷ്ടന് സാധ്യമല്ല.
അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഈ വചനം, അതായത് ഈ 12 വചനം, ദൈവവചനം എന്ന് പറയുന്നത്, ദൈവവചനം എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം ദ വേർഡാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അതാണ് ദൈവവചനം. വചനം ദൈവത്തോടുകൂടിയുള്ള വചനം. അപ്പോൾ ദൈവത്തോടുള്ള വചനമാണ് സത്യം, നീതി, വിശുദ്ധി, ദയ, വിശ്വസ്തത ഇത്യാദി 12 വചനം. അപ്പോൾ ഇത് ആ വചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആർക്കാണ് പ്രയോജനപ്പെടുന്നത്? ഈ വചനം എല്ലാവർക്കും പ്രയോജനപ്പെടും. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എത്രയും ബാല്യത്തിലും ചെറുപ്പത്തിലും ഈ വചനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ബാല്യക്കാരിൽ, യൗവനക്കാരിൽ, അവരുടെ ഹൃദയത്തിൽ ഇതുപോലെ എഴുതപ്പെട്ടാൽ അവർ ശക്തന്മാരായിത്തീരും. 1. 2, യോഹന്നാൻ ഓർപ്പിക്കുന്നത് അവർ ദുഷ്ടനെ ജയിക്കും. അപ്പോൾ ടീനേജ് പ്രായത്തിൽ ഈ 12 വചനം അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ അവരാരായിരിക്കും? അവർ ദുഷ്ടനെ ജയിക്കുന്നവരും ശക്തന്മാരുമായിരിക്കും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രായത്തിൽ ദുഷ്ടനെ ജയിക്കുന്നവർ അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ നില എല്ലാത്തിനും വ്യത്യാസം വന്ന് വളരെ യോസേഫ് ദാനിയേലെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ഇനി ഒരു 40-ാമത്തെ വയസ്സിലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നിരിക്കട്ടെ. 40-ാമത്തെ വയസ്സിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ട് ഈ വചനം അവന്റെ ഹൃദയത്തിൽ വന്നു. ശിഷ്ടായുസ് അവന് സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളതല്ലാതെ അവന്റെ ഭാവിക്ക് പുതിയ ഒന്നും ചെയ്യാൻ അവന് കഴിയുന്നതല്ല. അതാണ് വ്യത്യാസം. ഈ ലോകത്തിന് അനുരൂപരായി ഈ ലോകത്തിന്റെ ജഡീയമായ സകലത്തിലും ജീവിച്ച് ഒരു 40 വയസ്സാകുമ്പോൾ രക്ഷിക്കപ്പെട്ടു വന്നിരിക്കട്ടെ. അപ്പോൾ പ്രായം കൂടി രക്ഷിക്കപ്പെടും തോറും ഈ വചനം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നിത്യത കിട്ടും, പക്ഷേ ജ്ഞാനം, ബുദ്ധി, വിവേകം ഇതിലൊന്നും നമുക്ക് മുൻപോട്ട് കാര്യമായി പോകാൻ കഴിയുന്നതല്ല. നിത്യത നമുക്ക് കിട്ടും. എന്നാൽ അതുപോലല്ല ബാല്യക്കാര്, യൗവനക്കാര്, ടീനേജുകാര്. അവർ 13 മുതൽ 20 വയസ്സുവരെയുള്ള പ്രായത്തിൽ ഈ വചനം അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ, ഇവിടെ യോഹന്നാൻ പറയുന്നു, സ്തോത്രം, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ദുഷ്ടനെ ജയിക്കുവാൻ തക്കവണ്ണം ഈ പ്രായത്തിലാണ് ദുഷ്ടൻ അവരുടെ പ്രാണനെ നശിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാണൻ ഈ പ്രായത്തിൽ രക്ഷപ്പെട്ടു നിൽക്കണമെങ്കിൽ ഈ വചനം അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? എഴുതപ്പെടണം. അപ്പോൾ അവർ ആരായിത്തീരും? ശക്തന്മാരായിത്തീരും. സ്തോത്രം, ദുഷ്ടനെ ജയിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, വചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് ചരിത്രങ്ങളും വാക്കുകളും കേട്ടിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. 40-ാം സങ്കീർത്തനം 11-ാം വാക്യം കൂടെ വായിച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 11-ാം വാക്യം. അതിനകത്ത് കാണുന്നത് അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. സ്തോത്രം. അപ്പോൾ പ്രാണന്റെ വീണ്ടെടുപ്പ് ഈ വേർഡ്, ഈ പറഞ്ഞ വചനത്തിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ. ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. 40-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കാണുന്നത്, സ്തോത്രം, നിന്റെ സത്യവും ദയവും എന്നെ നിത്യം പരിപാലിക്കും. അപ്പോൾ ദയവും സത്യവും ദ വേർഡാണ്. അവിടെ ദാവീദ് പറയുന്നു, നിന്റെ ദയയും സത്യവും നിത്യം പരിപാലിക്കുന്നു. അപ്പൊ നമ്മളെ പരിപാലിക്കുന്ന വചനമാണിത്. സ്തോത്രം. നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന വചനമാണ്. നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിക്കുന്ന വചനമാണ്. നമ്മുടെ പ്രാണനിലെ രോഗത്തെ മാറ്റുന്ന വചനമാണ്. പ്രിയമുള്ളവരെ, അപ്പൊ പ്രാണനും ഈ വചനവുമായി നല്ല ബന്ധമാണ്. സ്തോത്രം. നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വചനത്തിന്റെ ആരംഭ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഈ 12 വചനം. ഇനിയും നമ്മുടെ പ്രാണനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. മുൻപോട്ട് നമ്മുടെ പ്രാണനും ഈ സത്യവചനവുമായി ഉള്ള ബന്ധം
എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ മുൻപോട്ട് ചിന്തിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടതുപോലെ നമ്മുടെ പ്രാണൻ നിത്യതയിൽ ഫോർ എവറിനു വേണ്ടി എന്നേക്കുമായി വീണ്ടെടുക്കപ്പെട്ട് അതെന്നേക്കുമായി നിത്യതയിൽ എത്തണമെങ്കിൽ അവന്റെ വചനം, ഈ വചനത്തിൽ കൂടി മാത്രമേ സാധ്യമാകുള്ളൂ. വേറെ കെട്ടുകഥകള്, കണ്ണരസങ്ങള്, അമ്മുമ്മ കഥകള്, പ്രോസ്പെരിറ്റി, ഈ ലോകത്തിന്റെ ധനം, മാനം, നേട്ടം, ഇതൊന്നും കേട്ടാൽ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പും ഈ വചനത്തിന്റെ പ്രവൃത്തിയും നമ്മിൽ നടക്കുകയില്ല. അതുകൊണ്ട് നിത്യതയിൽ പോകുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാണനിലെ വേദന മാറുവാൻ, പ്രാണന്റെ രോഗം മാറുവാൻ, പ്രാണന്റെ അരിഞ്ഞ പുല്ലുപോലുള്ള അവസ്ഥയും വിണ്ടുകീറിയ നിലം പോലെയുള്ള അവസ്ഥയും മാറുവാൻ, പ്രാണൻ ഒരു പുതിയ സൃഷ്ടിയായി, ദാവീദും പ്രാർത്ഥിക്കുന്ന, ദൈവമേ എനിക്കൊരു പുതിയ ആത്മാവിനെയും പുതിയ ഹൃദയത്തെയും തരണമേ. അപ്പോൾ പുതിയൊരു പ്രാണൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ദൈവം നമ്മളിൽ സൃഷ്ടിക്കണമെങ്കിൽ ഈ വചനത്തെ സ്വീകരിക്കണം. ഈ 12 വചനത്തെ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കും. ഈ വചനത്തിന്റെ പ്രവൃത്തിയിൽ ഈ വചനത്തോട് നമ്മൾ കൂട്ടുവേലക്കാരാകണം. അപ്പോൾ ഈ വചനത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ വചനത്തോട് കൂട്ടുവേലക്കാരാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം വാക്യത്തിൽ, അതിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളെയും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ, യോഹന്നാൻ പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് കൂട്ടായ്മ ആരുമായിട്ടാ? നമ്മളെല്ലാം പ്രൗഡായിട്ട് നടക്കുക. നമ്മുടെ കൂട്ടായ്മയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. 500 പേരുണ്ട്, 1000 പേരുണ്ട്, 20,000 ഉണ്ട്, 10,000 ഉണ്ട്. പ്രിയമുള്ളവരെ, അതല്ല കൂട്ടായ്മ. വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ജനസമൂഹത്തോടുകൂടിയുള്ളതല്ല ആത്മീയ കൂട്ടായ്മ. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. വേണം, മനുഷ്യമായ കൂട്ടായ്മകളും സ്നേഹവും സംബന്ധിയൊക്കെ വേണമെങ്കിലും നമ്മൾ ഈ പിതാവിനോടും പുത്രനോടുമാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് യോഹന്നാൻ പഠിപ്പിക്കുന്നു. ആരാണ് പിതാവും പുത്രനും? ഈ വചനമാണ്. പിതാവും പുത്രനും ഈ വചനമാണ്, ദ വേർഡ്. സത്യത്തോടും നീതിയോടും വിശുദ്ധിയോടും ഈ 12 വചനമാണ് ദ വേർഡ്. ആ വചനത്തോടാണ് യോഹന്നാന്റെ കൂട്ടായ്മ. ആ വചനത്തെയാണ് അവൻ തൊട്ടതും കണ്ടതും കേട്ടതും. സ്തോത്രം. അപ്പോൾ നമുക്ക് ആരോടാണ് കൂട്ടായ്മ വേണ്ടത്? നമ്മൾ ഒറ്റയ്ക്കായിക്കൊള്ളട്ടെ, 2 പേരുണ്ടോ 4 പേരുണ്ടോ, അതല്ല വിഷയം. വ്യക്തിപരമായി നമുക്ക് കൂട്ടായ്മ ആരോട് വേണമെന്നാണ് യോഹന്നാൻ ഇവിടെ നമ്മളെ ഉപദേശിക്കുന്നത്. പിതാവിനോടും പുത്രനോടും എന്ന് പറഞ്ഞാൽ ഈ വചനത്തോടും സത്യത്തോടും നീതിയോടും വിശുദ്ധിയോടും. എങ്കിൽ മാത്രമേ ഈ വചനത്തിന്റെ കൂട്ടുവേലക്കാരാകാൻ ഒക്കുള്ളൂ. നമ്മൾ ഒരു സംഘടനയുടെയും കൂട്ടുവേലക്കാരല്ല. ആ ഒരു ചിന്താഗതിയും തെറ്റിദ്ധാരണയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ അവരും നമ്മളും എല്ലാം ആരോടുകൂടി നിന്നാണ് ഈ വേല ചെയ്യുന്നത്? ഈ വചനത്തോടുകൂടിയാണ്. അല്ലാതെ സെൻട്രൽ പാസ്റ്ററും അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററും ഇവിടുത്തെ പാസ്റ്ററും നമുക്ക് താല്പര്യമുള്ള പാസ്റ്റർമാരുമായിട്ടുള്ള ഉള്ള വേലയല്ല ചെയ്യുന്നത്. അവരൊക്കെ മനുഷ്യരാ. അവരും ആരോട് കൂട്ടായ്മ വേണം? അവര് നമ്മളോടുമല്ല, നമ്മൾ അവരോടുമല്ല. മാനുഷികമായ ബാഹ്യമായ കൂട്ടായ്മ ഉണ്ടെങ്കിലും യഥാർത്ഥ ആത്മീയ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ വചനത്തോടാണ് നമുക്ക് കൂട്ടായ്മ വരേണ്ടത്. ഈ വചനമാണ് നമ്മുടെ കൂട്ടുവേലക്കാർ. ഇത് വചനം കൂട്ടുവേലക്കാരല്ലാതെ മാനുഷികമായ കൂട്ടുവേലക്കാരുടെ പുറകെയാണ് മനുഷ്യൻ പോകുന്നത്. സ്വത്രം. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, അപ്പോസ്തലനായ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും പുത്രനോടും. ആരാണ് പിതാവും പുത്രനും? ദ വേർഡാണ്. ആമേൻ. അതുകൊണ്ടാണ് വചനത്തിന്റെ കൂട്ടുവേലക്കാരെന്ന് യോഹന്നാൻ പറയുന്നത്. വചനത്തിന്റെ സത്യത്തിന്റെ കൂട്ടുവേലക്കാർ.
സത്യത്തിന്റെ കൂട്ടുവേലക്കാരാകും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പൽക്കാലം ചിന്തിച്ചു നോക്കണം. ഞാൻ ആരുടെ കൂട്ടുവേലക്കാരനാണ്? ഞാൻ ആരുടെ കീഴിലാണ്? ഞാൻ ഈ വചനത്തിന് കീഴിലാണ്, അല്ല ഡിനോമിനേഷനിലോ സെന്ററിന്റെയോ അല്ലെങ്കിൽ കസാറ ഇരിക്കുന്നവരുടെയോ സ്ഥാനവും മാനവും ഉള്ളവരുടെ അല്ല കൂട്ടുവേലക്കാരൻ. അങ്ങനെ കൂട്ടുവേലക്കാരായാൽ ഒരിക്കലും നിത്യതയിലെത്തുവാൻ കഴിയുന്നതല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ ആരംഭം, പുതിയ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. കുറച്ചുപേരെയെങ്കിലും ഈ സത്യം പഠിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയട്ടെ. ഈ വചനം എല്ലാവർക്കും കൂട്ടുവേലക്കാരായിരിക്കട്ടെ. ഈ വചനത്തിന്റെ കൂട്ടുവേലക്കാരായി തീരട്ടെ. ഈ വചനത്തോടൊത്ത് നമുക്ക് വേല ചെയ്യാം. അതാണ് നമ്മുടെ വേല. സത്യത്തോടൊത്ത് നമ്മൾ വേല ചെയ്യണം, സത്യത്തിന്റെ വേല. നീതിയോടൊത്ത് നമ്മൾ വേല ചെയ്യണം, നീതിയുടെ വേല. വിശുദ്ധിയോടൊത്ത് വേല ചെയ്യണം, വിശുദ്ധിയുടെ വേല. ഇതാണ് വേല. ഇതാണ് ദൈവം കണക്കാക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ പ്രാണനാണ് റിഡംഷൻ സാറ്റിസ്ഫൈ ആകുന്നത്, സാച്ചുറേഷൻ ആകുന്നത്. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നത്. അതിൽ ഒരു അങ്ങനെ ആ വീണ്ടെടുപ്പ് പൂർത്തിയായി ആ വചനത്തിന്റെ ഒത്തവണ്ണം നമ്മൾ ആ വചനത്തിന് കൂട്ടുവേലക്കാരായി കഴിയുമ്പോൾ നമ്മുടെ പ്രാണനിൽ യാതൊരു തെറ്റും, ഒരു കറപ്ഷനും ഉണ്ടാകത്തില്ല. ഒരു കറപ്ഷനും. ഈ വചനത്തിന് മാത്രമേ നമ്മളെ ഹോളിനെസ് അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മളെല്ലാവരെയും, നമ്മുടെ കുടുംബത്തെയും, കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനത്തിനുമായ ദൈവമേ, സ്വർഗീയപിതാവേ, ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവേ, അവിടുത്തെ വചനവുമായി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചിരുന്നത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ കർത്താവേ, അവരുടെ പ്രാണനെ കുറിച്ചുള്ള വലിയ അറിവ്, ആ പ്രാണനിൽ കർത്താവേ അവിടുത്തെ വിത്ത് വിതച്ചിരിക്കുന്നുവെന്നും അവിടുത്തെ വിത്തിനാൽ, അവിടുത്തെ വചനത്താൽ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെന്നും ക്രിസ്തു ഉള്ളിൽ ജനിച്ചിരിക്കുന്നുവെന്നുമുള്ളതായ വലിയ തിരിച്ചറിവ്, ആ പ്രാണന്റെ സ്തോത്രം പ്രാധാന്യം ഒരു മനസ്സിലാക്കി കർത്താവെ, ഓരോ വ്യക്തികളും തങ്ങളുടെ പ്രാണനെ സൂക്ഷിക്കുന്നവരും പ്രാണനെ സ്നേഹിക്കുന്നവരും പ്രാണൻ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം വചനത്തിന്റെ കൂട്ടവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. സത്യത്തിന്റെ കൂട്ടുവേലക്കാരാക്കണമേ. നീതിയുടെ കൂട്ടുവേലക്കാരാക്കണമേ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 12 വചനത്തിന്റെ കൂട്ടുവേലക്കാരായി ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വലിയ സ്വർഗീയ ദർശനം, സ്വർഗീയ വെളിച്ചം, ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവൻ യൗവനക്കാര് കർത്താവെ ദുഷ്ടതയെ ജയിച്ചിരിക്കുന്നത് അവിടുത്തെ വചനം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണല്ലോ. ആമേൻ. ആ വചനം ഞങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കുവാൻ കഴിയുമെന്ന് കർത്താവെ പഠിപ്പിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ പ്രാണന്റെ രക്ഷ ഈ വചനത്തിൽ കൂടി മാത്രമാകുന്നുവെന്ന് ആധികാരികമായി അവിടുത്തെ ദാസന്മാർ അപ്പോസ്തലന്മാരിൽ കൂടി ഞങ്ങളെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്തു കർത്താവെ. ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവ്. ഈ വചനത്തിന് ഞങ്ങളെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയും. ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളുടെ ബന്ധനങ്ങളും ഞങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിക്കുവാനും ഞങ്ങളെ സ്വതന്ത്രരാക്കുവാനും ഞങ്ങൾ കർത്താവെ നിത്യതയിലെത്തുവാൻ തക്കവണ്ണം വഴികാട്ടിയായി ഞങ്ങളോടുകൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് പൂർത്തീകരണം പ്രാപിച്ച് ഞങ്ങൾ നിത്യത്തിലെത്തുവാൻ തക്കവണ്ണം പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് ഇനി മറിഞ്ഞു പോകുവാനിടയാകാതെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും ഈ വചനത്തിന്റെ സുവിശേഷത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.